PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതിന്റെ നിർണായക PSC ബോർഡ് യോഗം ഇന്ന്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിക്കണമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. അതേസമയം PSC പരീക്ഷാ തട്ടിപ്പിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് ക്രൈംബ്രാഞ്ച് ഇന്ന് തുടങ്ങും. സിജോ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എന്താണ് വിശദാംശം? PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഈ സംഭവത്തെക്കുറിച്ച്, ഈ ഇടപാടുകളെ കുറിച്ചുള്ള ക്രമക്കേട് ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അത് PSC സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം പല കാര്യങ്ങളും ആഭ്യന്തരമായ അന്വേഷണം നടത്തുന്നത് പോലെയല്ല ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുന്നത്. പല രേഖകളും ഇവർക്ക് വിട്ടു നൽകേണ്ടിയൊക്കെ വരും. അങ്ങനെ വിട്ടു നൽകിയാലുണ്ടായ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് PSC ഗൗരവത്തോടെ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ PSC യോഗം ആരംഭിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി നമുക്ക് ലഭിക്കുന്ന വിവരം, പ്രാഥമികമായി ഈ അന്വേഷണത്തോട് സഹകരിക്കാം എന്ന നിലപാടിലേക്ക് PSC ഇന്ന് എത്തും. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ അന്വേഷണവുമായി നിലവിലെ സാഹചര്യത്തിൽ സഹകരിക്കാതിരുന്നാൽ അത് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാക്കും. കാരണം അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, പല നിയമനങ്ങളിലും വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നുവെന്ന് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ PSC വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യലി വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ രേഖകൾ വിട്ടു നൽകാൻ തയ്യാറായില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കും. സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ചിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായാൽ അതും PSC സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ടാണ് സഹകരിക്കാം എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ രേഖകൾ നൽകുമ്പോഴും ഏതൊക്കെ രേഖകൾ വിട്ടു നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ചില നിയമനങ്ങളിലൊക്കെ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഏകദേശം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ രേഖകളൊക്കെ പുറത്തോട്ട് വന്നാൽ സ്വാഭാവികമായും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്രത്തോളമാണ്. അപ്പോൾ അത് ഏതൊക്കെ രേഖകളൊക്കെ വിട്ടു നൽകാം എന്നുള്ള കാര്യത്തിലായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അതാണ് PSCയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ സിജോ പറയൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കടന്നിട്ടുണ്ട്. അതിൽ ഈ പരാതി നൽകിയിരിക്കുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആണ് ഏതെല്ലാം പരാതികളിൽ, ഏതെല്ലാം നിയമന ആരോപണങ്ങളിൽ, പരീക്ഷാ ക്രമക്കേടുകളിൽ കേസെടുക്കുന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഇതിന്റെ മൊഴിയെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ ധാരണയായിരിക്കുന്ന ചില പരീക്ഷാ ക്രമക്കേട് പരാതികളിൽ അവരിൽ നിന്ന് നേരിട്ട് മൊഴി രേഖപ്പെടുത്താനാണ് പോവുക. ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും PSCക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുക. കാരണം ഏതൊക്കെ രേഖകളാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.